ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോവാണ്. അപ്പോൾ രാവിലെ ഇന്നിപ്പോൾ മോൾക്ക് സ്കൂളുണ്ട്. ഇന്നലെ സ്കൂളിൽ പോയിട്ടില്ലായിരുന്നു കേട്ടോ. മിനിഞ്ഞാന്ന് പിന്നെ അവധിയായിരുന്നല്ലോ. കൊല്ലം ജില്ലയ്ക്ക് അവധി ഉണ്ടായിരുന്നു. മകരവിളക്കിനോട് അനുബന്ധിച്ച് മിനിഞ്ഞാന്ന് അവധിയായിരുന്നു കേട്ടോ. ഏതൊക്കെയോ ജില്ലകളിൽ അവധി, പാലക്കാടൊക്കെ അവധി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. മറ്റേതൊക്കെയോ വ്ളോഗൊക്കെ കണ്ടപ്പോഴത്തേക്കും ആ കൂട്ടുകാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ ഞാൻ കട്ടൻ ചായ ഇട്ട് കുടിച്ചതിന് ശേഷം നേരെ രാവിലത്തെ പരിപാടിയിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പം മാവ് തലേന്ന് തന്നെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും രാവിലെ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും അത്ര പരിവ് ശരിയല്ല എന്ന് തോന്നുന്നു. മാവിൻ്റെ നല്ല രീതിയിൽ ഇങ്ങനെ പൊന്തി വന്നിട്ടില്ലായിരുന്നു കേട്ടോ മാവ്. എന്നാലും ഞാൻ അങ്ങനെ തൊട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ദോശയാണ്, ദോശമാവാണേ. ഇപ്പോൾ ചുട്ട് നോക്കിയിട്ട് നോക്കിയപ്പോൾ കുഴപ്പമില്ലാത്ത അതുണ്ട്. കല്ല് പോലൊന്നും ഇരിക്കുമല്ലോ കേട്ടോ. അങ്ങനെ കട്ടി ഒന്നുമില്ല, എന്നാലും സോഫ്റ്റ് ഉണ്ട്. ഉഴുന്നൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചതാണ്. പക്ഷേ എന്താ പറ്റിയതെന്ന് അറിയത്തില്ല കേട്ടോ. മാവ് അങ്ങോട്ട് ശരിയല്ല എന്ന് തോന്നി കണ്ടിട്ട്. അരച്ച് വെച്ച അതേ പാകത്തിന് തന്നെ ഇരിക്കുന്നു. ശക്കലം പോലും പൊന്തി വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാത്തുനെ കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ചിട്ട് കൊണ്ടുവന്ന് കട്ടൻ ചായയൊക്കെ കൊടുത്തു കേട്ടോ. വാപ്പ പാല് മേടിക്കാനായിട്ട് പോയിട്ടേ ഉള്ളേ. അപ്പം നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. നല്ല കാറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാറ്റാണ് കേട്ടോ. നമുക്ക് ശല്യം ഉണ്ടാക്കുന്ന കാറ്റാണ്, അത് വേണം പറയാനായിട്ട്. ഒട്ടുക്കത്തെ കാറ്റ്. പുറത്തിറങ്ങാനേ പറ്റുന്നില്ല. പുറത്തിറങ്ങിയാൽ ഒരു പരിപാടി നടക്കത്തില്ല കേട്ടോ. പൊടിയാണ്, ഭയങ്കര പൊടിയാണ്. പൊടിക്കാറ്റെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല, ഇമ്മാതിരി കാറ്റാണ് കേട്ടോ. നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നന്നായിട്ടൊന്നും ഇരിക്കത്തില്ല. പൊടികളൊക്കെ പറന്ന് നമ്മുടെ കണ്ണിൽ വീണിട്ട് ആകെ അസ്വസ്ഥതയായിരിക്കും. അപ്പോൾ അത്രയ്ക്കും കാറ്റുണ്ടെന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ അതേ കാപ്പിയൊക്കെ ഉണ്ടാക്കി. ചമ്മന്തി ആയിരുന്നു കേട്ടോ, തേങ്ങ ചമ്മന്തി ചട്നി ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് സാധാരണ ഒന്ന് ചൂടാക്കിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. ചൂടാക്കാതെ എടുക്കുന്ന ചമ്മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഒരു ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു പച്ച ചൊവയായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ചൂടാക്കി കഴിഞ്ഞാൽ ആ തേങ്ങാപ്പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങ് വിട്ടുപോകും. വേറൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, ഒന്ന് ചൂടായി പോയി കഴിഞ്ഞു. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ താളിച്ച് ചമ്മന്തി അരച്ച് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അതിലേക്ക് നേരെ താളിച്ചങ്ങ് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പാത്തുവിനെ ഇതിനിടയ്ക്ക് സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നതിന് ശേഷമുള്ള പരിപാടിയാണ് കേട്ടോ. കുറേ തുണികൾ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം നിസ്കരിക്കുന്ന മുസല്ല, കുപ്പായം ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ വന്ന ഉടനെ ഒന്ന് കഴുകിയിട്ട്. നല്ല കാറ്റുണ്ട്, കണ്ടില്ലേ നിങ്ങൾക്കിപ്പോൾ ഈ സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണ് എങ്കിൽ പോലും നല്ല കാറ്റായിരുന്നു കേട്ടോ. അപ്പോൾ തുണികളൊക്കെ ഒന്ന് മുക്കിപ്പിഴിഞ്ഞ് വെള്ളം തോരാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചെടികളൊക്കെ കുറച്ച് നേരം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ മണി പ്ലാന്റൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ഗ്രോത്തൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. കാറ്റുള്ളത് കൊണ്ട് തന്നെ കുപ്പിക്കകത്ത് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം തട്ടി മറിഞ്ഞ് വീണതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തതെന്ന് അറിയാമോ, എല്ലാം പിന്നെ മണ്ണിലോട്ട് ഇറക്കി കേട്ടോ. അത്യാവശ്യം വേരൊക്കെ ഓടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ച് ഗ്രോ ബാഗിലും അതുപോലെ ചെറിയ ഈ ഐസ്ക്രീമിൻ്റെയൊക്കെ ഡപ്പ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് അതിൽ കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് അതിലോട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നാലും നല്ല രീതിയിൽ ഉഷാറായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഞാനിപ്പോൾ അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരുന്നത്. കാറ്റിൻ്റെ സൗണ്ട് ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഭയങ്കര ഇരപ്പായിരിക്കും. ഇതിപ്പോൾ കാറ്റ് ഒടുങ്ങിയിട്ട് ഞാൻ വോയിസ് കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു, നമുക്കുള്ള സാഹചര്യം അനുസരിച്ച് ഞാനങ്ങ് വോയിസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിനിപ്പോൾ വോയിസ് കൊടുത്തൊന്ന് കേട്ട് നോക്കുമ്പോഴേ എനിക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം കുഴപ്പമുണ്ട് ഇല്ല എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ തുണി വിരിച്ചിട്ട് പിന്നെ എന്തായാലും അകത്തോട്ട് കയറുന്നതിന് മുന്നേ കുറച്ച് മുരിങ്ങയുടെ ഇലയും കൂടെ കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ മുരിങ്ങ എല്ലാം പൂത്ത് നിൽക്കുകയാണ്. നാടൻ മുരിങ്ങയാണ് കേട്ടോ, നല്ല ചെറിയ മുരിങ്ങ ഉണ്ടല്ലോ. അപ്പം ചെറിയ മുരിങ്ങക്ക പിടിക്കുന്ന മുരിങ്ങയാണ്, നാടൻ മുരിങ്ങയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇലകളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം പൂത്ത് നിൽക്കുന്നത് കൊണ്ടേ, പൂവിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്കത് ഒടിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അത്യാവശ്യം കിട്ടിയതൊക്കെ ഇങ്ങ് എടുത്തു. പിന്നെ കുറച്ച് ചക്കക്കുരു ഇരിപ്പുണ്ട്, അതും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുള്ള തോരൻ വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഉച്ചക്കാലത്തേക്ക് ഒരു തോരനൊക്കെ ആവുമല്ലോ. കുറച്ച് അഗസ്തിപ്പൂവൊക്കെ കിട്ടി. പക്ഷേ ഞാനിപ്പോൾ എന്തായാലും മുരിങ്ങയില കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ അത് വെക്കുന്നില്ല കേട്ടോ, അത് മാറ്റി വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിലോട്ട്. പിന്നെ കുറച്ച് പച്ചരിയും ഉഴുന്നും കൂടെ എടുത്തിട്ടുണ്ട്. നാളെ നമുക്ക് ഇഡലി ഉണ്ടാക്കാനുള്ള പരിപാടിക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കഴുകി, റേഷൻ കടയിലെ പച്ചരി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കറയുണ്ട് കേട്ടോ. ഒരു 5-6 വെള്ളം കഴുകിയെങ്കിൽ മാത്രമേ അത് നന്നായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര കറയും ചെവ പോലെയൊക്കെ ഉണ്ടായിരിക്കും. അപ്പം നന്നായിട്ടൊന്ന് കഴുകി അത് വെള്ളം കുതിർക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ട്.
അത് കഴിഞ്ഞ് ആ വെള്ളം ഉണ്ടല്ലോ നമ്മൾ കറിവേപ്പിലിൻ്റെ മൂട്ടിലാട്ടോ ഒഴിക്കുന്നത്. അത്യാവശ്യം നല്ല ഒരു ടിപ്പാണ് കേട്ടോ. കറിവേപ്പ് നല്ല തഴച്ച് വളരാൻ വേണ്ടിയിട്ട്. കഞ്ഞിവെള്ളമാണെങ്കിലും മോരുണ്ടല്ലോ, നമ്മൾ ഈ തൈരിൻ്റെ കുപ്പിയൊക്കെ കഴുകിയിട്ട് അതിൻ്റെ വെള്ളവും പിന്നെ മോര് കറിയൊക്കെ വെക്കുന്ന പാത്രത്തിലെ വെള്ളം, അത് കഴുകിയെടുക്കുന്ന പാത്രത്തിലെ വെള്ളം ഉണ്ടല്ലോ, അതൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. കറിവേപ്പിന് കേട്ടോ, വേറെ എനിക്കറിയത്തില്ല. റോസാ ചെടിക്കും കറിവേപ്പിനും അത്യാവശ്യം നല്ലൊരു വളമാണ്. നന്നായിട്ട് കൊഴുത്ത് വളർന്നോളും. പിന്നെ തേയിലമട്ടി ഉണ്ടല്ലോ, നമ്മുടെ പഞ്ചസാര അധികം അങ്ങനെ നമ്മൾ കുറച്ച് കഴുകിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. പഞ്ചസാരയോട് കൂടി ആ തേയിലമട്ടി കൊണ്ടിട്ട് കഴിഞ്ഞാൽ പണി കിട്ടും, ഉറുമ്പ് കയറും കേട്ടോ. അതുകൊണ്ട് പഞ്ചസാര ഇല്ലാതുള്ള തേയിലമട്ടി ഉണ്ടല്ലോ, അത് നമ്മുടെ റോസാ ചെടിക്കൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ വളമാണ്. അങ്ങനെ ഞാൻ നേരെ കുറച്ച് ഇഞ്ചി വാവ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു തലേന്ന്. 2 ദിവസം മുന്നേ മേടിച്ചതാണ് കേട്ടോ, തലേന്നൊന്നും മേടിച്ചതല്ല, 2 ദിവസം മുന്നേ മേടിച്ചത്. അപ്പോൾ അതിൽ കുറച്ച് കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു. കുഴിച്ചിടുകയെന്ന് വെച്ചാൽ നമ്മൾ മണ്ണിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇഞ്ചി വളർന്നു വരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ ബാക്കി എടുത്തിട്ട് ഇഞ്ചിക്കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഉമ്മച്ചി ഇഞ്ചി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചുരണ്ടി എടുക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ നമ്മൾ റോസാ ചെടിയിൽ ഇങ്ങനെ പൂ പിടിച്ച് നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉള്ള കമൻറ്റാണ്, ഒരു റോസാ ചെടിയിൽ 2 കളറ് പൂവെന്ന്. അല്ല കേട്ടോ, രണ്ടും 2 തൈകളാണ്. നമ്മൾ ഒരുമിച്ച്, അതായത് ഒരേ സ്ഥലത്ത് ഇങ്ങനെ അടുത്തടുത്ത് നട്ടതുകൊണ്ട് തന്നെ പൂ പിടിച്ചപ്പോഴത്തേക്ക് ഇങ്ങനെ ശിഖരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പുകൾ അങ്ങനെ മിക്സായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പൂ പിടിച്ച് നിൽക്കുമ്പോൾ ഒരു ചെടിയിൽ തന്നെ 2 കളറായിട്ട് തോന്നിക്കുന്നതാണ് കേട്ടോ. അങ്ങനെ കൂട്ടം കൂടിയാണ് നിൽക്കുന്നത് റോസ. നക്ഷത്ര റോസയുണ്ട്, അതുപോലെ ഒരു ക്രീം കളറുള്ള റോസയുണ്ട്, പട്ടുറോസ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള റോസ ഉണ്ടല്ലോ, റോസ കളറിൽ വലിയ പൂ. അപ്പോൾ അതും എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടി കലർത്തി നട്ടിരിക്കുന്നതുകൊണ്ട് പൂ പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് തോന്നും ഒരു ചെടിയിൽ നിന്നാണ് കേട്ടോ ഇത്രയും കളറിലെ പൂക്കൾ വരുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ നട്ടത് കൊണ്ട് അങ്ങനെ തോന്നിയതാണ്. കുറേ പുറത്തുനിന്ന് നമ്മൾ മേടിച്ച് നഴ്സറിയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് നമ്മൾ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. റോസ, ഓറഞ്ച് കളർ റോസ നട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ പൂവായിരുന്നു കേട്ടോ, വലിയ പൂവായിരുന്നു. ഒരു അതിൻ്റെ ഇതളിനൊക്കെ നല്ല വലിപ്പമുള്ള പൂവായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 5-6 പൂവൊക്കെ പിടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ പൂ ഉണ്ടാകത്തേ ഇല്ലായിരുന്നു കേട്ടോ. അത്രയും വർഷമൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങളത് വെട്ടിക്കളയുകയാണ് ചെയ്തത്. കാരണം അതിൽ പൂ പിടിക്കത്തേ ഇല്ല. പിന്നെ വെറുതെ അതിങ്ങനെ നിൽക്കണ്ടല്ലോ എഴുതിയിട്ട് കളയുകയാണ് ചെയ്തത് കേട്ടോ. കുറേ നാളിങ്ങനെ പൂവില്ലാതെ വെറുതെ ഇങ്ങനെ ശിഖരങ്ങൾ പൊട്ടി ഇലകൾ മാത്രമായിട്ട് നിന്നിട്ടുണ്ട്. എത്രയൊക്കെ വളം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും യാതൊരു ഫലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ മുരിങ്ങയില തോരൻ വെച്ച് കേട്ടോ. കുറച്ച് എണ്ണയിലൊഴിച്ച് ആ മുരിങ്ങയില ഇട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തു. അതിലേക്ക് ചക്കക്കുരു ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല മാവുള്ള ചക്കക്കുരുവാണ് കേട്ടോ. ചക്കക്കുരു മുരിങ്ങയില നല്ല കോമ്പിനേഷനല്ലേ മിക്സ് ചെയ്തിട്ട് തോരൻ വെക്കാൻ വേണ്ടിയിട്ട്. ഇലകളുടെ കൂടെ ചക്കക്കുരു ഇട്ടാൽ അടിപൊളിയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്താക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അരപ്പും കൂടെ ഇട്ട് കൊടുത്ത്, നമ്മൾ തോരന് വേണ്ടി അരയ്ക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തോരൻ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം കൊച്ചുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ആയിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഞ്ചിയുടെ അത്ര മൂപ്പ് വേണ്ട, ബാക്കിയുള്ള കൊച്ചുള്ളിയൊക്കെ മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇഞ്ചി നന്നായിട്ട് മൂക്കണം. ബാക്കിയത് ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ ആവുന്ന സമയത്ത് നമുക്കത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ കയ്പ്പുണ്ടാവും എന്നാട്ടോ പറയുന്നത്. എനിക്ക് ഈ അച്ചാറുകളൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ലായിരുന്നു, ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശമൊക്കെ അച്ചാറിടാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് അച്ചാർ അതുപോലെ രസം ഒന്നും ഉണ്ടാക്കാനായിട്ട് അറിയത്തില്ലായിരുന്നു. ഇപ്പം എന്തായാലും ഏകദേശം പഠിച്ചു വന്നിട്ടുണ്ട്. പറയാൻ വിട്ടുപോയ കാര്യം, നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. തുടക്കം തന്നെ ലൈക്ക് അടിച്ചിട്ട് വേണം കാണാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോയാലോ. പിന്നെ എന്താ കമൻ്റ് എന്നുള്ളതും കൂടെയൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ എന്താ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് വേണം നമുക്ക് കൊച്ചുള്ളി മാത്രം ഇട്ടിട്ട് മൂപ്പിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഒരുമിച്ചിട്ട് വറുത്താൽ മതി, കറിവേപ്പിലയും. കാരണം വെളുത്തുള്ളിക്കും പച്ചമുളകിനും കറിവേപ്പിനും അധികം മൂപ്പില്ലല്ലോ, പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. അപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ച്, ആ പൊടികളുടെ പച്ചമണം മാറി നല്ലൊരു മണം വരുമല്ലോ. കരിയുന്ന മണമല്ല, നല്ല മൂത്തൊരു മണം വരും. ആ സമയത്ത് മാറ്റാം കേട്ടോ.
കുറച്ച് വെളിച്ചെണ്ണ ഇതിൽ നിന്ന് മാറ്റിയതിന് ശേഷമായിരുന്നു പൊടി ഇടേണ്ടത്. പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അതുകൊണ്ടാണ് കുറച്ച് എണ്ണ കൂടുതലായിപ്പോയി. എണ്ണ അതിൽ നിന്ന് കുറച്ച് മാറ്റണമായിരുന്നു. മാറ്റിയതിന് ശേഷം പൊടികളൊന്ന് ചൂടാക്കിയെടുത്താൽ മതിയായിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ. അമ്മച്ചി ഇവിടെ കിടന്ന് തന്നെ വഴക്ക് പറയാം കേട്ടോ, നീ എണ്ണയ്ക്കകത്ത് എന്തിനാ പൊടികൾ വാരിയിട്ട്. അപ്പോൾ ഇത് ലാസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടി, പേരിന് വേണ്ടി മാത്രം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. ചെറിയ തരിപ്പുണ്ടല്ലോ, ആ ഒരു തരി പോലെ അരച്ചെടുക്കണം. ഒരുപാടങ്ങ് അരഞ്ഞ് പേസ്റ്റായി പോകേണ്ട ആവശ്യമില്ല കേട്ടോ. നന്നായിട്ട് അരച്ചെടുത്തത് കുറച്ച് വെള്ളവും കൂടെയൊക്കെ ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പം പഴംപുളി അറിയാമല്ലോ, നല്ല കറുത്ത പുളി, അതാണ് പഴംപുളി. ഒരുപാട് പഴുപ്പമുള്ള പുളി അതാണെങ്കിൽ കുറച്ചുകൂടെ ഇഞ്ചിക്ക് കുറച്ചുകൂടി ഒരു കറുത്ത നിറം വരും കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ അതില്ല. നമ്മൾ സാധാരണയുള്ള പുളി പിഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള പുളി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ടിക്കായ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ തിളപ്പിക്കാൻ വെക്കുന്ന സമയത്ത് അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, അലിഞ്ഞ് ചേർന്നോളും. പിന്നെ കുറച്ച് വറുത്ത ഉലുവാപ്പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒന്ന് ചീത്തയായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ദിവസം ഇരിക്കണമല്ലോ. ഇവിടെ അങ്ങനെ ഇരിക്കത്തൊന്നുമില്ല കേട്ടോ, അച്ചാറൊന്നും ഇവിടെ അങ്ങനെ അധികം ഇരിക്കത്തൊന്നുമില്ല. ഒരാഴ്ച പോലും ഇരിക്കത്തില്ല. എത്ര ഉണ്ടാക്കി വെച്ചാലും ഭയങ്കരമായിട്ട് ചിലവാകും. അപ്പോൾ ലേശം നമ്മൾ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് താളിച്ചതിന് ശേഷം നമ്മൾ ഈ കുറുക്കിയെടുത്തിട്ടുള്ള ഈ ഒരു ഇഞ്ചിയുടെ കൂട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. ഇഞ്ചിയുടെ ഒരു കുറുകിയിരിക്കുന്ന ആ ടൈമിൽ തീന്ന് മാറ്റാവേ. അങ്ങനെ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തെ ലഞ്ചും എല്ലാം ഇതായിരുന്നു. തോരനും മീൻ വറുത്തതും അതുപോലെ ഇഞ്ചിപ്പുളിയും ഒക്കെ ആയിട്ട് ഇന്നത്തെ ഈ ഒരു ലഞ്ച് ഇവിടെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നേരത്തെ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യേക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് കണ്ടുമുട്ടാമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടാറ്റാ, ബൈ.